ഹായ് ഫ്രണ്ട്സ്, ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോർട്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്. 31 ലക്ഷം വ്യൂസ് കണ്ട് ഒരുപാട് കമൻ്റൊക്കെ അയച്ചൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ആ ഫ്രണ്ടിൽ കാണിച്ചിരുന്നത്. എൻ്റെ റിയൽ ലൈഫ് ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോയിലും അഭിനയിക്കുക തന്നെയാണ്, പക്ഷേ ആ ഒരു വീഡിയോ അതെൻ്റെ റിയൽ ലൈഫാണ്. എൻ്റെ ശരിക്കുള്ള ജീവിതമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തിടാൻ കാരണം കാലങ്ങൾ ഒരുപാട് കടന്നുപോയി കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് നമ്മുടെ കഴിഞ്ഞു പോയ കാലം ഓർക്കാനല്ലേ കഴിയുള്ളൂ. ആ സുന്ദരമായ നിമിഷങ്ങൾ ഒന്ന് വെറുതെ കാണാമെന്ന് കരുതി മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടത്. പക്ഷേ എൻ്റെ ഈ ജീവിതം ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സിനിമയിൽ മാത്രമേ ഇങ്ങനെ ഒരു ഭാര്യനെ കാണാൻ കഴിയുള്ളൂ, ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻ്റ് അയച്ചിരുന്നു. ഇന്നത്തെ കാലത്തും ഇതുപോലുള്ള ഒരുപാട് ഭാര്യമാരുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് മാറിപ്പോയ ആളുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകൾ വരെയാണ് ഈ വീഡിയോയിലേക്ക് വന്നിരുന്നത്. നല്ലൊരു മനസ്സോടെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭാര്യയായാലും ഭർത്താവായാലും മാറി നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നമ്മൾക്ക് കിട്ടും. സ്നേഹം കിട്ടിയാൽ മാറാത്ത മനസ്സുകളുണ്ടോ? ഏട്ടൻ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഗൾഫിലുള്ള ഭാര്യമാരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പ്രവാസികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷമേ അല്ല. എന്നാലും ഒരു ദിവസത്തേക്കായാലും 2 ദിവസത്തേക്കായാലും ഒരാഴ്ചത്തേക്കായാലും വേർപിരിയാന്ന് പറയുമ്പോൾ അതെന്നും സ്നേഹമുള്ള മനസ്സുകൾക്ക് എന്നും ഒരു വേദന തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്രയ്ക്കൊക്കെ വിഷമമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പറഞ്ഞു വിടുന്നത്, ഇവിടെ നിർത്തിക്കൂടെ എന്ന്. ഏതൊരു പ്രവാസിയുടെ ജീവിതവും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണല്ലോ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന് കരുതുന്ന എത്ര പ്രവാസികൾ ഉണ്ടാവൂലേ. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരുമെന്ന പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരുടെയും ജീവിതം. ചേട്ടൻ ഗൾഫിലേക്കാണോ പോണേ എന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. പക്ഷേ ചേട്ടൻ ഗൾഫിലേക്കൊന്നല്ല കേട്ടോ പോണത്, തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ചേട്ടന് ബിസിനസ്സാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് കുറേ ജോലികളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ലാസ്റ്റ് പോണ നേരത്ത് ചെരുപ്പ് വരെ എടുത്ത് കൊടുത്ത് വിടണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യണതാ. എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യണതാ. ഇതൊന്നും ആരും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നതൊന്നുമല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സിന് വേണ്ടി എത്രയൊക്കെ ചെയ്താലും ഒന്നും അധികമാവില്ല എന്നൊക്കെ കരുതുന്ന ഒരു കുഞ്ഞു മനസ്സാണ് കേട്ടോ എൻ്റേത്. പിന്നെ ഈ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല.